ശിവ ഒന്നും രണ്ടും പറഞ്ഞോണ്ടിരിക്കാ, നീ പോയ അടുക്കളയോട്ട് ചെന്നേ. ആ പിന്നെ നിന്നോടൊരു കാര്യം, ഫുഡ് എങ്ങാനും മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് കൊള്ളൂല ഇത് പിടിക്കൂല എന്ന് വല്ലതും പറയോ വല്ല എക്സ്പ്രഷന് കിടുവോ ചെയ്ത് കഴിഞ്ഞ ആറ് കുട്ടി എന്റെ കയ്യിൽ നിന്ന് വാങ്ങും കേട്ടോ. ഇപ്പോഴാണ് ഇതൊക്കെ പറയുന്നേ? ഓ, ആ സമയത്ത് പറയാൻ പറ്റൂലല്ലേ. എന്റെ ശിവ, നീ അങ്ങോട്ട് ചെന്നേ. പോ പോ പോ. യ്യോ. അമ്മമ്മേ, ചേച്ചി ചെന്നൈ പോയിട്ട് വന്നതിന് ശേഷം കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്. എന്തോ ചേച്ചി ചെന്നൈ പോയിട്ട് വന്നതിന് ശേഷം എന്ത് പറ്റീന്ന്? എന്താ പറ്റി? എന്റെ കയ്യമ്മേ പാത്ത് എന്തോ അങ്ങോട്ട് പിടിച്ചോ? ഉടുക്കുന്നുണ്ടാവും കയ്യോ? വെണ്ടയ്ക്ക് അരിഞ്ഞു കഴിഞ്ഞ് ഇനി അതിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പോകും. തിരിച്ചു വരും, സവാള അരിയും, പിന്നെയും അതിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പോകും. അത് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ ഭക്ഷണം? എന്തിനാ വെറുതെ ഇങ്ങനെ എന്നെ ചൊറിയുന്ന ചേച്ചി? ഇങ്ങനെ ചൊറിഞ്ഞാലുണ്ടല്ലോ 4 മണിയിലൂടെ ആർക്കും ഫുഡ് കിട്ടാൻ പോകില്ല കേട്ടോ. അതിപ്പോ അല്ലെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തോന്നണല്ലോ. വെണ്ടയ്ക്ക് എല്ലാം കൂടെ അരിഞ്ഞള്ളി വെച്ചിട്ടേ ഉള്ളൂ. എനിക്ക് ചോറിട്, എനിക്ക് വിശക്കണം. ഫുഡ് ഇവിടെ ഉള്ള എന്തിനെങ്കിലും നീ തൊട്ടാ പിന്നെ ഈ കത്ത് സംസാരിക്കും കേട്ടോ നിന്റെ അടുത്ത്. നീ ചിലപ്പോ അതും ചെയ്യും അപ്പുറം ചെയ്യും. ശിവാ, ഓ എന്നാச்சு? ഇതിപ്പം ഈ സവാളോട് മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അറിയാം. 5 മിനിറ്റ് ഞാൻ ഹെൽപ്പ് പண்றேன். സവാള വേണ്ട വേണ്ട വേണ്ട, ഹെൽപ്പ് ഒന്നും വേണ്ട. ഇത്ര നേരം അവളല്ലേ ചെയ്തത്, ബാക്കിയും കൂടെ അവളങ്ങ് ചെയ്തോളൂ. നീ ശിവാ, എന്തേ നാളെ നീ ഇത്രയൊക്കെ പാചകം പഠിച്ചു പോയെന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കണ്ടോ? ആ വലിയ പെങ്കൊച്ചായി പോയല്ലേ, കെട്ടിച്ചൂടാ സമയം. ആടാ വൈകിക്കണ്ട, അടുത്ത ആഴ്ച തന്നെ കെട്ടിച്ചുവിടണം കേട്ടോ. അയ്യോ, ഈ അടുത്ത ആഴ്ച എന്ന് പറയുമ്പോ നിനക്ക് പയ്യനെ കണ്ടുപിടിക്കണമെങ്കിൽ മിനിമം അന്റാർട്ടിക്കയിലോ അല്ലെങ്കിൽ താർ മരുഭൂമിയിലോ തപ്പണ്ട വരും. കുറച്ച് സമയം പിടിക്കും. അടുത്ത ആഴ്ച നടക്കും. ഇനിയിപ്പോ ആരെങ്കിലും കണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്ത് തരാം. ശരിയോ? പിന്നെ അല്ല, ആളൊക്കെ റെഡിയാണ്. അങ്ങനെ കെട്ടിച്ചേരും അല്ലേ? പിന്നെ കെട്ടിച്ചിട്ട് ആ വഴി അങ്ങ് പൊക്കോളോ, ഇച്ചിരി സമാധാനം കിട്ടുമല്ലോ നമുക്ക്. അത് തന്നെ. അല്ല, നിനക്ക് എന്തൊരു ഉത്സാഹം എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിട്ട്? എനിക്കറിയാം, ഞാൻ ഇവിടുന്ന് പോയാലല്ലേ കേശുമോന്റെ തട്ടിപ്പും തരികിടൊക്കെ നടക്കുള്ളൂ. എല്ലാം പറഞ്ഞ് എന്താ കളിക്കി വെക്കണ എന്തിന്? ഞാൻ അവിടെ വാങ്ങിച്ചിട്ട് മിണ്ടായിരിക്കട്ടെ. നീ ചുമ്മാ അത് കളിക്കല്ലേ. നീ യേശുവേ, ഒരുപാട് നമ്പർ ഇറക്കല്ലേ കേട്ടോ യേശു. എന്തരടേ, എന്തായാലും പറഞ്ഞ ഉടനെ എല്ലാം അവിടെ കൊണ്ട് എന്താ കളിക്കി വെക്കണേ. നീ അരി ചുമ്മാ അതൊക്കെ. சிவா, பார்த்து செய் சிவா. உனக்கு இதெல்லாம் பண்ணி சீலமே இல்ல, அதனால பேசிட்டெல்லாம் பண்ணினா கையெல்லாம் എതായിടും. ആന്റി ആരോടാ പറയുന്നേ? എന്നോടോ? എന്റെ കട്ടിങ് സ്കിൽസ് എനിക്ക് അറിഞ്ഞൂടാ. നോക്കിയേ, ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. അറിയോ? ഒരു കാര്യം ചെയ്ത് ആകാശം നോക്കിട്ട് എവിടെ നോക്കിട്ട് വേണമെങ്കിലും ഞാൻ ചെയ്യും കേട്ടോ. എവിടെ നോക്കിട്ട് വേണേലും നീ ഇപ്പൊ അങ്ങ് ചെയ്യും. എന്ത് കാണണോ? 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 കാണണോ നിനക്ക്? കാണണോ? മണ്ടടിച്ചാൻ കീറ്. നോക്കട്ട് നോക്കട്ട് ആഴണ്ടാ? ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് കൈ മുറിഞ്ഞു, അത്രേ ഉള്ളൂ. കൈ ഒന്ന് മുറിഞ്ഞു. നിന്റെ കൈ ഒന്ന് മുറിഞ്ഞതേ ഉള്ളൂ. കൈ മുറിഞ്ഞേ ഉള്ളന്ന്. നില്ല് ശിവ കുഴപ്പമില്ല. ഇത്രയും പറ്റിയോട്ട് സ്റ്റക്കാ നിൽക്കുന്ന എന്തിന്? ശിവ சிவா, ശിവ
വയ്യ അമ്മൂമ്മ കൈ മുറിഞ്ഞ് കേശോട്ടാ കിട്ടുന്ന വണ്ടിക്ക് വിളിച്ചു പോവാ. അത് തന്നെ ഇവളുടെ രാവിലത്തെ ഷോ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച് ഇതിന്ന് പൊളി വന്നു പട്ടി കിടന്ന് ചാവത്തുള്ളൂ. അമ്മൂമ്മ അവിടെ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ ചോറ് കാണും. പിന്നെ നേരെ നോക്കിയടക്കണേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.